നമസ്കാരം. കേരള രാഷ്ട്രീയത്തെയും CPM-നെയും ഒരുപോലെ ഉലച്ച വൻ പ്രകമ്പനങ്ങൾക്കൊടുവിൽ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് 21-ന് ആരംഭിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ കൗതുകങ്ങൾ. CPM ഔദ്യോഗിക നേതൃത്വത്തോട് പരസ്യമായ ലഹള പ്രഖ്യാപിച്ച അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു കയറിയ മുതിർന്ന നേതാവ് ജി സുധാകരൻ സഭയിലെ പ്രോ ടൈം സ്പീക്കറാകും. ഇതോടെ പാർട്ടിയെയും തന്നെയും തകർക്കാൻ നോക്കിയ സുധാകരന് മുന്നിൽ വണങ്ങി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഭരണഘടനയും പാർലമെന്ററി ചട്ടങ്ങളും അനുസരിച്ച് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന അംഗത്തെയാണ് പ്രോ ടൈം സ്പീക്കറായി നിശ്ചയിക്കുക. ഈ നിയമസഭയിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള അംഗം ജി സുധാകരനാണ്. പ്രോ ടൈം സ്പീക്കർ പദവി ഏറ്റെടുക്കാൻ സുധാകരൻ സമ്മതം മൂളിയ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ മന്ത്രിസഭ ഇതിനായുള്ള ശുപാർശ ഗവർണർക്ക് കൈമാറാൻ തീരുമാനിച്ചു. ഗവർണറുടെ അംഗീകാരം ലഭിക്കുന്നതോടെ മെയ് 21-ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പൂർണ്ണ ചുമതല ജി സുധാകരനായിരിക്കും. പാർട്ടിയിൽ തനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ഒടുവിൽ CPM-ന്റെ അടിത്തറ ഇളക്കി നിയമസഭയിലേക്ക് വരികയും ചെയ്ത ജി സുധാകരൻ പ്രോ ടൈം സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുന്നത് പിണറായി വിജയന് വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ മെയ് 21-ന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയേക്കില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നിയമപ്രകാരം ആദ്യ ദിനം പ്രോ ടൈം സ്പീക്കർക്ക് മുന്നിൽ എത്തി സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് പിന്നീട് സ്ഥിരം സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ട്. മെയ് 22-ന് UDF-ന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ സ്പീക്കറായി ചുമതലയേൽക്കുമെന്നാണ് വിവരം. ജി സുധാകരനെ അഭിമുഖീകരിക്കുന്നത് ഒഴിവാക്കാൻ പിണറായി വിജയൻ മെയ് 22-ന് ശേഷം മാത്രം സഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. CPM നിയമസഭാ കക്ഷി നേതാവാണ് പിണറായി, സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അമ്പലപ്പുഴയിൽ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി ഇറങ്ങി പാർട്ടിയെയും പിണറായി സത്തെയും വെല്ലുവിളിച്ചാണ് ജി സുധാകരൻ ഇത്തവണ നിയമസഭയിലേക്ക് വരുന്നത്. അമ്പലപ്പുഴയിലെ സുധാകരന്റെ വിജയം കേവലം ഒരു സീറ്റിലെ വിജയമല്ലായിരുന്നു, മറിച്ച് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെയുള്ള രാഷ്ട്രീയ യുദ്ധം കൂടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം തകർക്കുന്നതിനെതിരെ സുധാകരൻ ഉയർത്തിയ കലാപക്കൊടിക്ക് വോട്ടർമാർ നൽകിയ അംഗീകാരമായിരുന്നു അത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ സഭയുടെ നാഥനായി ആദ്യ ദിനം ജി സുധാകരൻ ഇരിക്കുമ്പോൾ അത് CPM-ന്റെ ഔദ്യോഗിക പക്ഷത്തിനേൽക്കുന്ന വലിയൊരു പ്രഹരമാണ്. പ്രതിപക്ഷ നിരയിലെ CPM അംഗങ്ങളെ ഒന്നടങ്കം നിയന്ത്രിക്കാനും അവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനും ചരിത്രപരമായ നിയോഗമാണ് വിധി സുധാകരന് കാത്തുവച്ചിരിക്കുന്നത്. പ്രോ ടൈം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായ ശേഷം മെയ് 22-നാണ് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുക. UDF മുന്നണിയിലെ ധാരണാപ്രകാരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തും. ശക്തമായ ഭരണപക്ഷവും പരിക്കേറ്റ പ്രതിപക്ഷവും നേർക്കുനേർ വരുന്ന 16ാം നിയമസഭയെ നയിക്കാൻ തിരുവഞ്ചൂരിന്റെ പാർലമെന്ററി പരിചയസമ്പത്ത് സർക്കാരിന് തുണയാകും. എന്തായാലും ആദ്യ ദിനം തന്നെ ജി സുധാകരനെ പ്രോ ടൈം സ്പീക്കറാക്കാനുള്ള സതീശൻ മന്ത്രിസഭയുടെ തീരുമാനം CPM-നെ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്.